കേരളത്തിൽ അടുത്ത വർഷത്തിന് തുടർഭരണം ഉണ്ടാകും എന്ന് കരുതിയിരുന്ന സമയത്താണ് ഈ ഇലക്ഷൻ സമയത്ത് ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു തോൽവി സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ആണ് എന്ന് പരക്കെ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ഒക്കെ ഒരു ആരോപണമാണ്. അപ്പം അത് പല ഭാഗത്തു നിന്നായിട്ട് ഉയർന്നു വരികയും പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. അപ്പം അതിനെ പോലും ശക്തമായിട്ട് എതിർത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ചാനലിലൂടെയൊക്കെ നമ്മൾ പുറത്ത് വന്നിരിക്കുന്ന കാര്യമാണ്. അപ്പം പലരും പല എതിർപ്പുകളും പ്രകടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പം കേന്ദ്ര ഏജൻസികൾ ഇപ്പം പിണറായി വിജയൻ്റെ മകളെ വീണയെ കൂടുതലായിട്ട് കുറ്റങ്ങൾ ചുമത്തുകയും ഓരോരോ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തു. മുമ്പുണ്ടായ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം അവർ ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് ഏകദേശം 1,75,00,000 രൂപ ഇദ്ദേഹം വാങ്ങിച്ചെടുത്തെന്നും അതുപോലെ പേപ്പർ ചെറിയ കമ്പനികൾ പരിപാടികളും ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണെന്നും ഒക്കെയാണ് അപ്പം കുറേ ഈ രീതിയിലെ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ശക്തമായ രീതിയിൽ തന്നെ ഏജൻസികൾ പുറകെ നടക്കുകയും കാര്യങ്ങളായിട്ട് അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയൻ്റെ നാട്ടിലെ അതുപോലെ തിരുവനന്തപുരത്തെ വീട്ടിലെയും അല്ലെങ്കിൽ അതുപോലെ മരുമകൻ്റെ റിയാസിൻ്റെ വീട്ടിലും ഒക്കെ ആയിട്ട് റെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന സംഭവം നമ്മൾ കണ്ടതാണ്. അപ്പം അതിൽ നിന്ന് തെളിവുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നത് എഴുതി കൊടുത്തു പോവുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് എന്നുള്ളത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇടതുപക്ഷം കുട്ടി ആഘോഷിച്ചതുമായ ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഒരു തെളിവ് വ്യക്തമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കേന്ദ്ര ഏജൻസികൾ ഡൽഹിയിലേക്ക് കേസ് മാറ്റും എന്ന രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ വേറൊരു ആരോപണം എന്ന് പറയുന്നത് വിദേശ പര്യടനം കഴിഞ്ഞു വന്നാൽ ദുബായിലെ മകൻ്റെ അടുത്ത് താമസിച്ച ശേഷം മാത്രമേ പിണറായി വിജയൻ നാട്ടിലെത്തുള്ളൂ എന്നൊരു പരക്കെ ആക്ഷേപമുണ്ട്. അപ്പോൾ തന്നെ മേടിക്കുന്ന കൈക്കൂലികളൊക്കെ അവിടെ കൊണ്ട് ഒതുക്കുക എന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് ശക്തമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇപ്പം മകനെതിരെയും തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന പൊതുവെ ചർച്ച വിഷയം എന്ന് പറയുന്നത്. അപ്പം അത് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല. പക്ഷേ അത് സംഭവം ഒക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു.